യോഗിക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സുപ്രീം കോടതിയിൽ നിന്നും കൊട്ട് കിട്ടുന്നത്. എത്ര കിട്ടിയാലും പഠിക്കൂല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? തന്റെ ഇടത്തിനും അഹങ്കാരത്തിനും നല്ല മുട്ടൻ പണി തന്നെ കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. 2021 വീട് നഷ്ടപ്പെട്ട ഓരോ ഹർജിക്കാരനും 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രയാഗ്രാജ് നഗരസഭയോട് കോടതി ആവശ്യപ്പെട്ടതോടുകൂടി യോഗിയുടെ ആപ്പീസ് പൂട്ടി. ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ നൽകുവാനാണ് യോഗിയുടെ മൊട്ടത്തലയിലേക്ക് സുപ്രീം കോടതി വെച്ചുകെട്ടിയിരിക്കുന്നത്. 2021 വീടുകൾ പൊളിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഗുണ്ടാ നേതാവും രാഷ്ട്രീയ നേതാവുമായ അതിഖ് അഹമ്മദ് എന്ന ആളുടെ സ്ഥലം കാണിച്ചായിരുന്നു അന്ന് സ്ഥലത്തെ എല്ലാ വീടുകളും പ്രയാഗ്രാജ് നഗരസഭ അധികൃതർ പൊളിച്ചു മാറ്റിയത്. തെറ്റിദ്ധാരണയുടെ പുറത്ത് അധികാരികൾ പൗരന്മാരുടെ കെട്ടിടങ്ങളും വീടുമടക്കം പൊളിച്ചു കളഞ്ഞ കേസ് മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നുവെന്നും അധികാരികൾക്ക് സംവേദനക്ഷമതയില്ലാത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ അപ്പീലുകളും നൽകിയവർക്കും നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഒരു അഭിഭാഷകൻ, ഒരു പ്രൊഫസർ, 2 സ്ത്രീകൾ എന്നിവർക്ക് 10 ലക്ഷം രൂപ വീതം നൽകുവാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2021 പ്രയാഗ്രാജ് ലുക്കർഗഞ്ചിലെ കോമ്പൗണ്ടിലെ റെസിഡൻഷ്യൽ പ്രദേശത്തെ പൊളിക്കൽ നടപടികളുമായി നഗരസഭ അധികൃതർ എത്തി. ജസ്റ്റിസ് അഭയ് എസ് ഓക്കെ, ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വിഷയത്തിൽ ശക്തമായ വിയോജിപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സംഭവം ഞെട്ടിപ്പിക്കുന്നതും തെറ്റായതുമാണെന്ന സൂചനയാണ് നൽകുന്നതെന്നും സുപ്രീം കോടതി പറഞ്ഞു. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഒരു അവകാശമുണ്ടെന്നും ഓരോ വീടുകളും സ്ഥാപനങ്ങളും മറ്റു പൊളിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട സമീപകാല വിധികളുണ്ടെന്നും ബെഞ്ച് അനുശാസിച്ചിരുന്നു. പൊളിച്ചു മാറ്റിയ വീടുകൾ പുനർനിർമ്മിക്കാൻ സംസ്ഥാനത്തോട് ഉത്തരവിടുമെന്നും സംസ്ഥാനത്തിന്റെ ചെലവിൽ വീടുകൾ പുനർനിർമ്മിച്ചു നൽകുക എന്നത് മാത്രമാണ് ഏക വഴിയെന്നും അന്ന് കോടതി വ്യക്തമാക്കിയതാണ്. അലഹബാദ് ഹൈക്കോടതി നേരത്തെ പൊളിക്കലിനെതിരെ ഹർജി തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് അഭിഭാഷകനായ സുൽഫിക്കർ ഹൈന്ദർ, പ്രൊഫസർ അലി അഹമ്മദ്, 2 വിധവകൾ, മറ്റൊരു വ്യക്തി എന്നിവർ ചേർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചത്. അധികാരഗർവ് ഉപയോഗിച്ച യോഗി പൊളിച്ചു കെട്ടിപ്പൊക്കിയ വർഗീയ മതിലിനെ നിയമത്തിന്റെ ചുറ്റുക കൊണ്ട് തച്ചൊടുക്കുകയാണ് സുപ്രീം കോടതി. ബുൾഡോസർ രാജ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കയ്യൂക്കിനെ നേരിട്ട് പലതവണ സുപ്രീം കോടതി വിലക്കിയിട്ടും അതെല്ലാം കാറ്റിൽ പറത്തി വീണ്ടും ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ പൊളിക്കാൻ ബുൾഡോസറുമായി പോയിരിക്കുകയായിരുന്നു. ഇനി പഴയതുപോലെ കാര്യങ്ങൾ അങ്ങനെ അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് യോഗി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി എങ്ങാനും കൈവച്ചാൽ സർക്കാർ ചെലവിൽ പണിത് കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് സുപ്രീം കോടതി തറപ്പിച്ച് പറയുന്നത്. പാളികളാണെന്ന് ഭരണകൂടം വിധിക്കുന്നവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുക എന്ന പുതിയ പരിപാടി കേവലം ഒരു ആൾക്കൂട്ട നീതിയായിരുന്നില്ല. അത് ഭരണകൂടം നിയമത്തിന്റെ വ്യാജ സാധൂകരണവുമായി നടത്തിയ ആക്രമണമായിരുന്നു. പ്രധാനമായും മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ അനീതിക്ക് കുടപിടിച്ച ഈ സർക്കാർ നടത്തിയത്. പക്ഷേ ഈ അനീതിക്ക് കുടപിടിക്കാൻ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ തയ്യാറല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി വീണ്ടും കാണിച്ചു തരുന്നത്. വാഗൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.